ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന മാത്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, മെന്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഇതേപോലെയുള്ള ബോക്സ് പോലത്തുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് SSCയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. നമ്മുടെ PSCയുടെ ലെവൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈപ്പുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ. ഈ ചോദ്യം നോക്കിക്കോളൂ. ഇതേപോലെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു നമ്പർ ഏതാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. അപ്പൊ ഇതേപോലെ ഒരു ചോദ്യം കിട്ടുമ്പോണ്ടല്ലോ, ഈ ലാസ്റ്റ് കോളം ഉണ്ടല്ലോ, അതായത് 1395 ഈ നമ്പർ, ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് എന്തെങ്കിലും റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആദ്യത്തെ റോ എടുക്കുകയാണ് കേട്ടോ. ഇതിനകത്തുള്ള 1ഉം 4ഉം 2ഉം ഇത് മൂന്നും തമ്മിൽ ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പം 1 into 4 4, 4 into 2 8 കിട്ടും. അപ്പം ഞാനിവിടെ 8 എന്ന് എഴുതി. ഇനി അടുത്ത് നോക്കിയേ, 6 into 5 30. ഓക്കെ, അപ്പോൾ 30 into 3 90 കിട്ടും. അതേപോലെ ഇവിടെ നോക്കുക, 2 into 4 8, 8 into 3 24 കിട്ടും. ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ എഴുതി കേട്ടോ. ഇനി ഈ ലാസ്റ്റ് കോളം ഉണ്ടല്ലോ, ഈ 8ഉം 13ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ആലോചിക്കാം. 8ന്റെ ഒപ്പം ഒരു 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 13 കിട്ടും അല്ലെ. അതേപോലെ തന്നെ 90ന്റെ ഒപ്പം ഒരു 5 കൂട്ടിക്കഴിഞ്ഞാൽ 95 കിട്ടും. അങ്ങനെയാണെങ്കിൽ 24ന്റെ ഒപ്പം ഒരു 5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 29 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ? അപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും, എങ്ങനെ നമുക്കിപ്പോൾ അറിയുന്നത് ഇത് മൾട്ടിപ്ലൈ ആണോ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ ഇതേപോലെ ഒരു ബോക്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും റിലേഷൻ കിട്ടാൻ പറ്റണോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ചെറിയ പ്രാക്ടീസ് എങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മെന്റലി ഡൗൺ ആവില്ല. അല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത പോലെ നമ്മൾ ഇരിക്കും എക്സാം ഹാളിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഇതേപോലെ 3 കുരിശ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തുള്ള ഈ ഒരു നമ്പർ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ നടുക്കുള്ളത് അവിടെ നിൽക്കട്ടെ. മിക്കവാറും ഈ നടുക്കുള്ളതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് 2 into 3 6, 6 into 5 എത്രയാ 30, 30 into 1 30. പിന്നെ അപ്പൊ നമുക്ക് ഇവിടെ 30 കിട്ടി. അപ്പൊ ഞാനത് അവിടെ എഴുതി കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ഇവിടെ എത്ര വരിക? 4 into 2 8, 8 into 6, 8 into 6 എത്രയാ? 48 വരും. 48 into 3, 48 into 3 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 8 into 3 24, 4 2 12, 13 14 കിട്ടും. അതായത് 144 കിട്ടും. ഇവിടെ നമുക്ക് 144 കിട്ടി. പിന്നെ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം, എത്ര വരിക? 7 into 2 14, 14 into 5, 14 into 5 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 5 into 4 20, 0 to 70 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്പേഴ്സ് നോക്കിയാലോ. ഇവിടെ 30 ആണ്. നമ്മൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 30. ഈ നടുക്കുള്ളത് എന്താ? 31. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതിന്റെ ഒപ്പം ഒരു 1 കൂട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇനി ഇവിടെ നോക്കിയാൽ 144 ആ. ഇതെല്ലാം കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 144 ആ. അതിന്റെ ഒപ്പം ഞാൻ എന്ത് കൂട്ടുമ്പോഴാണ് എനിക്ക് 145 കിട്ടുക? 1 കൂട്ടുമ്പോൾ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എത്രയാ? 70 ആണ്. അപ്പൊ ഇവിടെ എത്രയായിരിക്കണം? ഇവിടെ ഈ 2 നമ്പേഴ്സിന്റെ ഒപ്പം 1 കൂട്ടിയപ്പോഴാണ് നമുക്ക് ഈ നടുക്കുള്ള നമ്പർ കിട്ടിയത് അല്ലെ. അതേപോലെ ഇവിടെ 70യുടെ ഒപ്പം ഒരു 1 കൂട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 71 ആയിരിക്കും കേട്ടോ. എത്രയാണ് ആൻസർ? 71. അടുത്ത ചോദ്യം നോക്കാം. ഇതേപോലെ 3 ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു നമ്പർ വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഈ ലാസ്റ്റിൽ കൊടുത്തിട്ടുള്ള ബോക്സ് ആയിരിക്കണം നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 862. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ വലിയൊരു നമ്പറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 96 കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? മൾട്ടിപ്ലൈ തന്നെ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം, 8 into 6 എത്രയാ? 48 അല്ലേ. 48 into 2 ചെയ്യുമ്പോൾ 96 കിട്ടി. അതായത് ഈ 3 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 96 കിട്ടി. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഇവിടെ 15, 15 into 2 30, 30 into 2 60 കിട്ടി. സിമ്പിൾ അല്ലേ. ഇനി അടുത്ത് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തത് എങ്ങനെയായിരിക്കും വരിക? ഈ നമ്പർ into 5 into 6 ആയിരിക്കും 120 അല്ലെ. 5 into 6 എത്രയാ? 30 ആണ്. അപ്പൊ 30ന്റെ ഒപ്പം എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 120 കിട്ടുക? 30 into 4 ചെയ്യുമ്പോൾ അല്ലെ. അപ്പോഴല്ലേ 120 കിട്ടുക. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? 4. അടുത്ത ചോദ്യം നോക്കാം. ഇതേപോലെ 4 സർക്കിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു നമ്പർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ഇതിനകത്ത് ഈ 18 ആയിരിക്കണം നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. അതേപോലെ തന്നെ ഈ സർക്കിളിനകത്ത് 33 ആയിരിക്കണം നമ്മുടെ ആൻസർ. ഇവിടെ 51. ഇത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് കേട്ടോ. 1, 3, 5.
അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 3 3, 3 ഇൻറ്റു 5 15 കിട്ടി. അപ്പം ഞാനിവിടെ 15 എഴുതി. ഇനി അടുത്ത് നോക്കാം. 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 3 30. അപ്പം ഞാനിവിടെ 30 എഴുതി. അടുത്തത് 6 ഇൻറ്റു 4 24, 24 ഇൻറ്റു 2 48 കിട്ടി അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ റിലേഷൻ നോക്കാം. 15ഉം 18ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 15ന്റെ ഒപ്പം 3 കൂട്ടിക്കഴിഞ്ഞപ്പോൾ 18 കിട്ടി. അതേപോലെ 30ന്റെ ഒപ്പം 3 കൂട്ടിക്കഴിഞ്ഞപ്പോൾ 33 കിട്ടി. 48ന്റെ ഒപ്പം 3 കൂട്ടിക്കഴിഞ്ഞപ്പോൾ 51 കിട്ടി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? 7 ഇൻറ്റു 3 21, 21ന്റെ ഒപ്പം ഒരു 3 കൂടെ കൂട്ടുക. അപ്പൊ അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ആൻസർ 24 മനസ്സിലായോ? അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ ഒക്കെ കിട്ടുന്നില്ലേ? നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കി ഇതേപോലെ 3 ബോക്സ് കൊടുത്തിട്ടുണ്ട്. 12 3 2 4 അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വല്ല ഐഡിയയും കിട്ടുന്നുണ്ടോ? കാരണം വലിയ ഈ 4 എണ്ണത്തിനകത്ത് വലിയ നമ്പർ ഇതാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, കറക്റ്റ് ഒരു ഓർഡറിലൊന്നും അല്ല. ഇവിടെയാണ് ഒരു വലിയ നമ്പർ കിടക്കുന്നത്, ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിലെങ്ങനെയായിരുന്നു കണ്ടോ, ഇതിനകത്ത് ഏറ്റവും വലുത് ഈ ലാസ്റ്റ് ആയിരുന്നു, ഇവിടെയും ലാസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴല്ലേ നമ്മൾ 1 ഇൻറ്റു 3 ഇൻറ്റു 5 ചെയ്തിട്ടൊരു റിലേഷനിലോട്ടൊക്കെ എത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടില്ല അല്ലെ. ഇവിടെയാണ് 12 ഒക്കെ ഇരിക്കുന്നത്, ബാക്കിയൊക്കെ ചെറിയ നമ്പേഴ്സ്, ഇവിടെയാണ് വലിയ നമ്പർ. അപ്പം ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ചെയ്യേണ്ട ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 4 നമ്പേഴ്സ് എല്ലാം കൂടിയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 12 ഇൻറ്റു 3, 12 ഇൻറ്റു 3 എത്രയാ? 36 കിട്ടും. 36 ഇൻറ്റു 2, 36 ഇൻറ്റു 8 ചെയ്യാം അല്ലെ. 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 36 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 6 48, 8 4, 8 ഇൻറ്റു 3 24 പ്ലസ് 4 28 കിട്ടും. അതായത് 288 കിട്ടും. മനസ്സിലായോ? 288. ഇനി ഇവിടെ നോക്കാം. 8 ഇൻറ്റു 4 എത്ര വരിക? 32 വരും. 32 ഇൻറ്റു 9 ചെയ്യാം. അപ്പോൾ എത്ര വരും? 9 ഇൻറ്റു 2 18. ഇവിടെ ഈ പറഞ്ഞ പോലെ 288 കിട്ടും ആണല്ലോ. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ 4 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് 288 കിട്ടി. ഇത് 4 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് 288 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞുള്ള 4 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 288 കിട്ടണ്ടേ. അപ്പോൾ അതിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അതെങ്ങനെയാ ചെയ്യുക? ഇവിടെ നോക്കിയേ, 8 ഇൻറ്റു 6 ഇൻറ്റു 3 ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 288 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 8 ഇൻറ്റു 6 എത്രയാ? 48. 48 ഇൻറ്റു 3, 48 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. 8 ഇൻറ്റു 3 24, 4 2, 4 ഇൻറ്റു 3 12, 12 പ്ലസ് 2 144 കിട്ടി അല്ലേ. നമ്മുടെ ആൻസർ എത്രയായിരിക്കണം? 288 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 144ൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്താലായിരിക്കും 288 കിട്ടുക? എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും 288 കിട്ടുക? 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ? ഇവിടുത്തെ ആൻസർ 2 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചതെന്നുള്ളത്? കാരണം എല്ലായിടത്തും നമുക്ക് ഒരു പാറ്റേൺ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. എക്സ്ട്രാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മാക്സിമം ഷെയർ ചെയ്തതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.